വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. ഡൽഹി തെരഞ്ഞെടുപ്പ് അങ്ങനെ 27 വർഷത്തിന് ശേഷം ഡൽഹിയിൽ BJP തിരിച്ചെത്തിയിരിക്കുകയാണ്. 48 സീറ്റാണ് നിലവിൽ BJP ലഭിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ BJP മുന്നിട്ട് നിൽക്കുന്നത്. ഇന്ന് വൈകുന്നേരം 6 മണിയോടുകൂടെ പൂർണ്ണമായിട്ടുള്ള ഒരു ചിത്രം നമുക്കായി എന്ന് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ നോർമലി. എന്നിരുന്നാലും BJP തന്നെയാണ് അധികാരത്തിലെത്തിയത്. സകല മാധ്യമങ്ങളും അത് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു. കെജ്രിവാൾ തോറ്റിരിക്കുന്നു എന്ന ഏറ്റവും വലിയ റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. കെജ്രിവാളിനെ ഡൽഹിയിലെ ജനം കൈവിട്ടിരിക്കുന്നു. കെജ്രിവാളിനെ തോൽപ്പിച്ചത് ഡൽഹിയിലെ ജാട്ട് സമുദായക്കാരനായിട്ടുള്ള പർവേഷ് വർമ്മ എന്ന് പറയുന്ന വ്യക്തിയാണ്. പർവേഷ് സാഹിബ് വർമ്മ എന്ന് പറയുന്ന വ്യക്തി. യഥാർത്ഥത്തിൽ എന്താണ് ഡൽഹിയിൽ സംഭവിച്ചിരിക്കുന്നത്? ഇത് BJPയുടെ ഒരു മുന്നേറ്റമായിട്ട് കണക്കാക്കണോ, അല്ലെങ്കിൽ ആം ആദ്മിയുടെ ഒരു തകർച്ചയായിട്ട് ഇതിനെ കണക്കാക്കണമോ? ഇതുമല്ലെങ്കിൽ കോൺഗ്രസ് കാലുവാരിയതാണോ ആം ആദ്മിയെ? ഇങ്ങനെ കണക്കാക്കണം. എന്താണ് യഥാർത്ഥത്തിൽ ഡൽഹിയിൽ സംഭവിച്ചത്? ഇത് ശരിക്കും പറഞ്ഞാല് എല്ലാ ഭരണാധികാരികൾക്കും ഉള്ളൊരു താക്കീതാണ് ഈ ഒരു കാര്യം. പ്രത്യേകിച്ച് ഇവിടെ അരവിന്ദ് കെജ്രിവാളിനും അദ്ദേഹത്തിന്റെ പാർട്ടിക്കും ഈ ഇന്ത്യയിലുള്ള ഒരു ഇമേജ് എന്ന് പറഞ്ഞാൽ അഴിമതിക്കെതിരെ പോരാടുന്ന ഒരു പാർട്ടി എന്നൊരു ഇമേജ് ആണുള്ളത്. ആ ഒരു ഇമേജിന്റെ പുറത്താണ് ഈ പാർട്ടി രൂപം കൊള്ളുന്നത്. നമുക്കറിയാം അണ്ണാ ഹസാരയുടെ സമരം, നമുക്കറിയാം ജന്തർ മന്ദിറിൽ നടത്തിയ സമരം എന്തിനു വേണ്ടിയിട്ടായിരുന്നു എന്നുള്ളത് നമുക്കറിയാം. അഴിമതിക്കെതിരെയുള്ള ഒരു വലിയ പോരാട്ടം തന്നെയായിരുന്നു അത്. ആ പോരാട്ടത്തിൽ നിന്നിരുന്ന ആളാണ് അരവിന്ദ് കെജ്രിവാൾ. അദ്ദേഹം രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി വരുമ്പോഴും അണ്ണാ ഹസാരെ പറഞ്ഞതും ഇത് തന്നെയാണ്. പണത്തോടും മറ്റുള്ളതിനോടും ആർത്തി കൂടുമ്പോൾ സ്വാഭാവികമായിട്ട് നശിക്കും. പക്ഷെ അരവിന്ദ് കെജ്രിവാൾ അഴിമതിക്കെതിരെ പോരാടുന്ന ഒരു പ്രതിച്ഛായ ഇന്ത്യയിലെമ്പാടും ഉണ്ടാക്കുകയും ബുദ്ധിജീവികളും അതുപോലെ തന്നെ IT പ്രൊഫഷണൽസുകളായാലും മറ്റുള്ളവരായാലും ഒരു വലിയ വിഭാഗം, അതായത് എല്ലാ രാഷ്ട്രീയവും അടുത്ത് നിൽക്കുന്ന ഒരു വലിയ വിഭാഗം ആം ആദ്മിയിലേക്ക് പോവുകയും ചെയ്തു. അത് അവരുടെ ഒരു വലിയ വിജയം തന്നെയായിരുന്നു. ആം ആദ്മി പ്രവർത്തകർ അഴിമതി ചെയ്യില്ല എന്നൊരു വലിയ പ്രതിച്ഛായ ഉണ്ടാക്കാൻ അതിന് കഴിഞ്ഞിരുന്നു. പക്ഷെ പിന്നീട് എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും ഉള്ളതുപോലെ തന്നെ ആം ആദ്മി പാർട്ടിയിലും അഴിമതിക്കാർ കടന്നുകൂടി. പക്ഷെ ഇവിടുത്തെ ഒരു ചെറിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മറ്റു പാർട്ടികളിലെ മറ്റു നേതാക്കളാണ് അഴിമതിയിലേക്ക് പോകുന്നതെങ്കിൽ ഇവിടെ ജന്മം കൊണ്ടിട്ട് അധിക വർഷം ആകാത്ത ഒരു രാഷ്ട്രീയ പാർട്ടി, ഇന്ത്യയിൽ വളരെ വേഗം പടർന്നു പന്തലിച്ച ഒരു രാഷ്ട്രീയ പാർട്ടി, 2 സംസ്ഥാനം ഭരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സ്ഥാപകനായ, ഇല്ലെങ്കിൽ അതിന്റെ തലതൊട്ടപ്പനായ മുഖമായ ഒരു നേതാവ് തന്നെ അഴിമതി ആരോപണത്തിൽ ജയിലിൽ പോകുന്നു. അഴിമതി ആരോപണത്തിൽ, അഴിമതി കേസിൽ ജയിലിൽ പോകുന്നു നമ്മൾ പറയേണ്ടി വരും. ജയിലിൽ അടയ്ക്കുന്നു, അതിന്റെ വിചാരണ നടക്കുന്നു. ഒപ്പം തന്നെ ആ പാർട്ടിയുടെ നെടുന്തൂണായി നിന്ന് സിസോദിയ പോകുന്നു. ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം നോക്കൂ. ഈ ഡൽഹിയിലെ അവിടെ അതിഷി ജയിച്ചിരിക്കുന്നു. ശരിക്കും ഭരണവിരുദ്ധ വികാരം ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ആ ഭരണവിരുദ്ധ വികാരം ഈ ഒരു സുനാമിയിൽ ഏറ്റവും കൂടുതൽ ബാധിക്കേണ്ട ഒരു കൽക്കാജി മത്സരിച്ച ഈ അതിഷിക്ക് തന്നെ ആയിരുന്നു. പക്ഷെ അതിഷിക്ക് അത് നേരിയ വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണെങ്കിൽ അവർ ജയിച്ചു. അപ്പൊ അവരെ അത് ബാധിക്കാതെ ഈ സിസോദിയയെയും കേജ്രിവാളിനെയും ജനം തള്ളി എന്ന് പറയുമ്പോൾ സിസോദിയയും കേജ്രിവാളും ജയിലിൽ പോയത് അഴിമതി നടത്തിയിട്ടാണ് എന്ന് ജനത്തിന് പൂർണ്ണമായ വിശ്വാസം ഉള്ളത് കൊണ്ട് തന്നെയാണ്. അല്ലാതെ ഒരു രാഷ്ട്രീയ പ്രേരിതമായ കേസ് അല്ലായിരുന്നു എന്ന് ജനത്തിന് മനസ്സിലായതുകൊണ്ടാണ് ഇവർ രണ്ടുപേരും തോൽക്കാനുണ്ടായ ഒരു കാര്യം. കേജ്രിവാളിന്റെ ഒരു തോൽവി അതാണ് കാണിക്കുന്നത്. കാരണം കേജ്രിവാൾ എന്ന് പറയുന്നത് ഈ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു നേതാവാണ്. ആ നേതാവ് ആയിരുന്നു ഇവിടെ തോറ്റത്. സിസോദിയ അവരുടെ ബ്രെയിനും തോറ്റിരുന്നു. ഇനിയുള്ള ശിഷ്ടകാലം, ഇനിയുള്ള കാലഘട്ടങ്ങൾ കേസും കാര്യങ്ങളുമായി മുൻപോട്ട് പോകും. കാരണം ഇവരുടെ ഒരു ബലത്തിൽ മുൻപോട്ട് പോകുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഇനി എത്ര ദൂരം മുൻപോട്ട് പോകാൻ കഴിയും എന്നൊരു ചോദ്യം അവശേഷിക്കും. ഇവിടെ BJPയോ കോൺഗ്രസോ പോലെ അല്ല ഈ ആം ആദ്മി പാർട്ടി. കാരണം BJPയോ കോൺഗ്രസോ അവരുടെ ഏതെങ്കിലും നേതാവോ അല്ലെങ്കിൽ 10 നേതാവ് ജയിലിൽ പോയാലോ അല്ലെങ്കിൽ 10 നേതാവ് ഇല്ലാതായാൽ പോലും ആ പാർട്ടിക്ക് യാതൊരു കുഴപ്പങ്ങളും വരില്ല. ആ പാർട്ടികൾ അതേപോലെ തന്നെ പോകും. പക്ഷെ ആം ആദ്മി അങ്ങനെയല്ല. അതിന്റെ പ്രധാന മുഖവും എല്ലാ മുഖവും അരവിന്ദ് കെജ്രിവാളാണ്, സിസോദിയാണ്. ഇതിനപ്പുറത്തേക്ക് ആ പാർട്ടിക്ക് വേറെ ഒരു കാര്യങ്ങളുമില്ല. ഈ പാർട്ടിക്ക് എങ്ങനെ മുൻപോട്ട് പോകും? കാരണം ഇവര് ഒരു എന്താ പറയുന്ന ഒരു ഭരണഘടനയൊക്കെ ഉപയോഗിച്ച് സിസ്റ്റമാറ്റിക് ആയിട്ട് വരുന്ന ഒരു പാർട്ടിയൊന്നും അല്ല ഇവര്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവർ ഈ നാഥനില്ല. എനിക്ക് തോന്നുന്നു ലൈവിനിടെ ധനുഷ് പലവട്ടം പറഞ്ഞൊരു കാര്യമുണ്ട്. അവർക്ക് നാഥനില്ലാതായി. സത്യമാണ് ആ പറയുന്നത്. അവർക്ക് നാഥനില്ലാതായി. രക്ഷകർത്താവ് അവിടെ പോയിരിക്കുന്നു. അവർക്ക് ലീഡർ ഇല്ലാതായി. ഇനി അതിഷിയെ വെച്ചുകൊണ്ട് മുൻപോട്ട് പോകാൻ കഴിയില്ല. കാരണം അതിഷിക്ക് റേഞ്ച് എന്താണെന്നുള്ളത് കഴിഞ്ഞ ഒരു കുറഞ്ഞ കാലയളവിൽ നമ്മുടെ രാജ്യം കാണുന്നതാണ്, നമ്മൾ കാണുന്നതാണ് അതിഷിയുടെ. പലവട്ടം അതിഷി കൊച്ചു പിള്ളേരെ പോലെ കിടന്ന് ബഹളം വെക്കുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടാണ്. അവരെ ബംഗ്ലാവിൽ നിന്ന് കേന്ദ്ര സർക്കാർ ഇറക്കി വിട്ടു, അവരെ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് പറയുന്നു. പലപ്പോഴും അവിടുത്തെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ നടക്കുമ്പോൾ അവിടെ പകച്ചു നിൽക്കുന്ന ഒരു മുഖ്യമന്ത്രി നമ്മൾ കണ്ടത്. പ്രത്യേകിച്ച് നമ്മൾ കുറച്ച് നാൾക്ക് മുമ്പ് അവിടെ ഈ കോച്ചിങ് സെന്ററിൽ ഒരു വെള്ളപ്പൊക്കം ഉണ്ടായിരുന്നു. കോച്ചിങ് സെന്ററിലെ വെള്ളപ്പൊക്കം എന്ന് പറയുമ്പോൾ മഴവെള്ളം വന്നിട്ട് ഇരച്ചു കയറുകയാണ്. ആ വെള്ളപ്പൊക്കം ഉണ്ടായ സമയത്തൊക്കെ അതിഷി വെറും ബാലിശ്യമായ ചില ഒരു കൗൺസിലറുടെ നിലവാരത്തിലുള്ള ഒരു രീതിയിലുള്ള പെരുമാറ്റവും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു അവിടെ. അപ്പൊ അത് എല്ലാവർക്കും മനസ്സിലായി. അതായത് ആം ആദ്മി പാർട്ടി ഇത്രയും നാൾ കെട്ടി ഉയർത്തിയ കാര്യങ്ങൾ. ഇനി രണ്ടാമത്തെ കാര്യം, നമ്മൾ ഇവിടെ പരിശോധിച്ചാൽ മനസ്സിലാവും,
രണ്ട് വട്ടം ആം ആദ്മി പാർട്ടി വരുമ്പോഴും അവിടെ ശക്തമായ രീതിയിൽ അവർക്ക് മുൻപോട്ട് പോകാൻ കഴിഞ്ഞിരുന്നു. കാരണം ആം ആദ്മിയോടൊപ്പമായിരുന്നു ഇടത്തരക്കാരും സാധാരണപ്പെട്ടവരുമൊക്കെ അവരുടെ ഒപ്പം തന്നെ ആയിരുന്നു. എന്തിനേറെ പറയുന്നു, അതെ. വളരെ ഉയർന്ന നിലവാരത്തിൽ അല്ലെങ്കിൽ ഉയർന്ന ആ ഒരു ഗ്രേഡിലുള്ള ആളുകൾ പോലും, വിദ്യാസമ്പന്നർ പോലും ആം ആദ്മിക്ക് ഒപ്പമായിരുന്നെങ്കിൽ ഇത്തവണ ഉം. വരുമ്പോൾ എവിടെയൊക്കെയോ ചില പാകപ്പിഴകൾ. അതിനകത്ത് ഒന്നാമത്തെ കാര്യം കർഷക സമരം തന്നെയാണ്. ഈ കർഷക സമരം ഇതിന് ഇത്രയും വലിയൊരു ഹൈപ്പ് ഉണ്ടാക്കി കൊടുത്തതിൽ പ്രധാനി അരവിന്ദ് കേജ്രിവാളാണ്. ബാക്കിയുള്ള ഉം. സംസ്ഥാനങ്ങളെല്ലാം ഈ ഒരു കാര്യം, കാരണം ഇന്നല്ലെങ്കിൽ നാളെ അത് അവർക്ക് വിനയായി തീരും എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അവർ അതിന് മെനക്കെട്ടില്ല. പക്ഷെ ഇവിടെ സംഭവിച്ചത് എന്താണ്? അരവിന്ദ് കെജ്രിവാൾ ഇവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുത്തു. റിപ്പബ്ലിക് ഡേ പരേഡിൽ പോലും ഇത്തരത്തിൽ വന്നു. ഇതിനിടയിൽ വന്ന പൗരത്വ ഭേദഗതി സമരം, അതിനകത്തും ഒരു വലിയ പങ്കാണ് ഈ അരവിന്ദ് കെജ്രിവാൾ ഉണ്ടാക്കിയത്. അത് അവിടെ ഉണ്ടാക്കിയ കലാപം ചെറുതല്ല ധനുഷ്. അവിടെ ഈ ഹിന്ദു കൺസോൾട്ടേഷൻ എന്ന് നമ്മുടെ ദേശീയ മാധ്യമങ്ങൾ പറയുന്നതിനകത്ത് ഒരു വലിയ പങ്ക് അതുണ്ട്. അതായത് ഈ കലാപബാധിതമായ പ്രദേശങ്ങളിൽ എനിക്ക് തോന്നുന്നു 10-15 സീറ്റ് ഉണ്ടെന്ന് തോന്നുന്നു ആ മേഖലകളിൽ. ആ ഉം. മേഖലകളിലെല്ലാം തന്നെ ബി ജെ പിക്ക് ഒരു മുന്നേറ്റം നടത്താൻ കഴിഞ്ഞിരുന്നു. അപ്പൊ ഈ പൗരത്വ ഭേദഗതി, ഈ ഈ പിന്നെ സമരത്തെ തുടർന്നുണ്ടായ കലാപം, അതിനുശേഷം ഉണ്ടായ പ്രശ്നങ്ങൾ, ഇതിന്റെ എല്ലാം ഒരു സൈഡിൽ അരവിന്ദ് കെജ്രിവാൾ അദ്ദേഹത്തിന്റെ പാർട്ടിയാണ്, ജനങ്ങൾക്ക് ഒരു ബോധം വന്നു. അതാണ് അതിനകത്തൊരു പ്രധാന പ്രശ്നം. ഉം. ഉം. പ്രത്യേകിച്ച് ഈ ഓക്സിജൻ സിലിണ്ടർ ഒക്കെ കോവിഡ് കാലത്ത് കൊണ്ടുവരുന്നതിന് ഒരുപാട് ചുറ്റി സഞ്ചരിക്കേണ്ടതായി വന്നു. അതായത് ദില്ലി അതിർത്തിയിൽ ഈ കർഷകർ സമരം ചെയ്യുന്നത് മൂലമൊക്കെ ഒരുപാട് ചുറ്റി സഞ്ചരിക്കേണ്ടതായി വന്നു. പിന്നീട് അതെ. അരവിന്ദ് കെജ്രിവാൾ നിരന്തരം കള്ളം പറയുന്ന ഒരാളായിട്ട് മാറും. അതായത് എനിക്ക് ഓക്സിജൻ സിലിണ്ടർ ഇല്ല. അവസാനം കോടതി വരെ എടുത്തിട്ട് ഉടുത്തു വിടുകയായിരുന്നു കേജ്രിവാളിനെ ചെയ്തത്. നിങ്ങൾ ഇങ്ങനെ പറയേണ്ട ആളാണ്, നിങ്ങൾ കള്ളത്തരം പറയരുത് എന്ന് പറഞ്ഞു. കാരണം ഇതിന്റെ ഡേറ്റാസ് കംപ്ലീറ്റ് കേന്ദ്രം കോടതി കൊടുത്തിരുന്നു. ദേ ഇതാ ഞങ്ങള് പിന്നെ ഓക്സിജൻ സിലിണ്ടർ കൊടുത്തിരുന്നതാണ്. പക്ഷെ അവിടെയൊക്കെ ഈ സാധാരണ ഒരു ഗിമ്മിക്ക്, അരവിന്ദ് കെജ്രിവാളിന്റെ ഒരു ഗിമ്മിക്ക് എന്താന്ന് വെച്ചാൽ ഒരുപാട് വാഗ്ദാനം കൊടുക്കുക. മറ്റൊന്ന് സിമ്പതി ലൈനാണ്. ഈ സിമ്പതിയും ഉം. വാഗ്ദാനവും കൂടെ രണ്ട് കൈകളിൽ പിടിച്ചിട്ടാണ് അദ്ദേഹം പോകുന്നത്. അതായത് അദ്ദേഹം നടന്നു പോകുമ്പോൾ ഒരാൾ അദ്ദേഹത്തെ കർണത്തടിക്കുന്നു, 2 ദിവസം കഴിഞ്ഞ് അടിച്ച ആളുടെ വീട്ടിൽ പോയി അദ്ദേഹം ഭക്ഷണം കഴിക്കുന്നു. അങ്ങനെ ഒരു സൈഡിൽ പുള്ളി ഗാന്ധിജിയെയും മറു സൈഡിൽ പുള്ളി എന്താണ് ഈ വാഗ്ദാനങ്ങൾ അല്ലെങ്കിൽ ഒരുപാടൊക്കെ നൽകുന്ന ഒരാളാണ് എന്ന് പ്രതീതി ഉം. ജനിപ്പിച്ചു. പക്ഷെ ഇതെല്ലാം കാപട്യമാണെന്നും കള്ളത്തരമാണെന്നും കൃത്യമായിട്ട് ദില്ലി ജനതയ്ക്ക് മനസ്സിലായി. ഇവിടെ ബി ജെ പി എടുത്തൊരു സ്റ്റാൻഡ് ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, ഇത് കോൺഗ്രസ് ആണ് ഈ അഴിമതി ആരോപണം കൊണ്ടിരുന്നെങ്കിൽ പോലും ബി ജെ പി ഈ കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്നൊരു വലിയ ചിന്തയിലായിരുന്നു. കാരണം ഇലക്ഷന്, ലോക്സഭാ ഇലക്ഷന് പടിവാതിക്കൽ എത്തിക്കുമ്പോൾ ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്താലുണ്ടാകുന്ന ഫലങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ അവർ ചിന്തിച്ചു. പക്ഷെ ഉം. അവരെടുത്ത ഡിസിഷൻ വളരെ കറക്റ്റ് ആയിരുന്നു എന്നാണ് ഇപ്പോൾ തെളിയുന്നത്. കാരണം അരവിന്ദ് കെജ്രിവാൾ പോയതിനു ശേഷം ഇന്ത്യയിലുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പറഞ്ഞത് ഇത് രാഷ്ട്രീയ പ്രേരിതമാണ്, രാഷ്ട്രീയത്തിന്റെ ഇതായിട്ടാണ് കേസ്. പക്ഷെ അങ്ങനെ അല്ല എന്ന് ജനം വിധി എഴുതിയിരിക്കുകയാണ്. ഇതേ സമാനമായ ഒരു സൂചന തെലുങ്കാന നൽകിയതാണ്. തെലുങ്കാന ധനുഷിനറിയാം, തെലുങ്കാന മുഖ്യമന്ത്രി ചന്ദ്രശേഖർ റാവുവിന്റെ മകൾ കെ കവിത ഈ കേസിലെ പ്രധാന ഉം. കണ്ണിയാണ്. കെ കവിത വഴിയാണല്ലോ സിസോദിയെ കണക്ട് ചെയ്യുന്നത്, സിസോദിയ വഴിയാണ് നമ്മുടെ കേജ്രിവാളിനെ കണക്ട് ചെയ്യുന്നത്. അതെ. ഈ സിസോദിയ ഈ കെ കവിത ഈ അഴിമതി ആരോപണത്തിൽ, അവർ 55 കോടിയുടെ അഴിമതിയായിരുന്നു. അതിന്റെ എന്തായിരുന്നു അതിന്റെ ഒരു ഇമ്പാക്ട് അവിടെ ഉണ്ടായത്? തെലുങ്കാനയിൽ ഉപ്പുവെച്ച കലം പോലെ ആയില്ലേ ബി ആർ എസ്? കോൺഗ്രസ് ഭരിച്ചു, ബി ജെ പി ഉം. അവിടെ ഉം. ഉം. രണ്ടാമതെത്തി. അത് തകർന്ന് തരിപ്പണമായി. അന്നേ ഈ അപകടം ഇവർ മനസ്സിലാക്കണമായിരുന്നു. ഇങ്ങനെ ഒരു അപകടമുണ്ട്, ഈ ഉം. അപകടം ഉം. കൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകും. കാരണം അതൊരു സൂചനയായിരുന്നു. കാരണം അവിടെ ഉം. എങ്ങനെയാണോ ഒരു രാഷ്ട്രീയ പാർട്ടി, അവിടെയും ഒറ്റയാൾ പാർട്ടിയാണ്, അവിടെ എങ്ങനെയാണോ അത് തകർന്നത് അതേപോലെ ഇവിടെയും വരുമെന്ന്, എന്നാൽ ആ സൂചന ഇപ്പോൾ വന്നിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഉം. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തവണ ഒരുപാട് ഘടകങ്ങൾ, ഒന്ന് അവരുടെ സംഘടനാ പ്രവർത്തനം, ആർ എസ് എസിന്റെ സംഘടനാ പ്രവർത്തനം നല്ല വർക്ക് ചെയ്തു. രണ്ടാമത്തെ കാര്യം ഈ നിർമ്മലാ സീതാരാമന്റെ അവസാന പുഴിക്കളകനായ 12 ലക്ഷത്തിന്റെ നികുതി ഇളവ്, അതൊരു വലിയ രീതിയിൽ ഉം. ഫലം ചെയ്തിട്ടുണ്ട്. ഒപ്പം ഉം. തന്നെ ഈ കേന്ദ്രവുമായി അതിന് തൊട്ടു മുമ്പ് അവിടെ വലിയൊരു നീക്കം നടന്നിട്ടുണ്ട്. അത് അധികം പേരൊന്നും വാർത്ത ചെയ്തിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ കേന്ദ്ര സർക്കാരിന്റെ ജീവനക്കാർക്ക് വലിയ രീതിയിൽ തന്നെ ഡി എയും മറ്റും ഒക്കെ കൂട്ടിക്കൊടുത്തുകൊണ്ടും ഒക്കെ ഉം. ഒരു മാസം മുമ്പ്, ഈ ബഡ്ജറ്റിന് ഒരു മാസം മുമ്പാണ്, കാരണം കേന്ദ്ര സർക്കാർ ഉം. ജീവനക്കാരൊക്കെ ഉം. അനവധിയുള്ളതാണ് അവിടെ. അപ്പം അങ്ങനെയും കൂടി ഒരു നീക്കം അവിടെ നടന്നിരുന്നു. അതായത് തങ്ങൾ ഭരണത്തിൽ ഏറ്റാഞ്ഞിട്ടും തങ്ങൾക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നവർ, പിന്നെ നരേന്ദ്രമോദി എപ്പോഴും പറഞ്ഞ ഒരു ഡബിൾ എഞ്ചിൻ സർക്കാർ വന്നാൽ കുറച്ചുകൂടി ഞങ്ങൾക്ക് വികസനം ഉണ്ടാകും, തങ്ങളുടെ ഈ ഉം. പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ പറ്റും. കേജ്രിവാളിനെ കൊണ്ട് അത് കഴിയുന്നില്ല എന്നൊരു ധാരണ ജനങ്ങൾക്കിടയിൽ വന്നു. അതായത് ഒന്ന് ക്രമസമാധാന നില കൺട്രോൾ ചെയ്യാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല. രണ്ടാമത്തെ കാര്യം ഉം. ഈ വാചകോടിയും കരച്ചിലും അല്ലാതെ ഈ കള്ളത്തരം, ഈ ആരോപണങ്ങൾ ഉന്നയിക്കുന്നില്ല. കേജ്രിവാളിന് അതിനപ്പുറത്തേക്ക് ഇനി 1 ഇഞ്ച് പോലും ഇനി മുൻപോട്ട് പോകാനില്ല. കാരണം കേജ്രിവാളിന്റെ രാഷ്ട്രീയത്തിലെ എല്ലാ ആയുധങ്ങളും ഈ കഴിഞ്ഞ 15 വർഷമായിട്ട് അദ്ദേഹം എടുത്ത് പയറ്റി കഴിഞ്ഞിരിക്കുന്നു. ഇനി ഉം. മുമ്പോട്ട് പോകാൻ ആയുധങ്ങളില്ലാതെ ജനം തിരിച്ചറിഞ്ഞിരിക്കുന്നു. കാരണം ഇനിയും കേജ്രിവാളിന് കൊടുക്കാനുള്ളത് ഈ വാഗ്ദാനങ്ങൾ മാത്രമാണ്. അതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിന് ഒന്നും മുമ്പോട്ട് വെക്കാനില്ല. അതിനിടയിലാണ് ഈ ഖാലിസ്ഥാൻ ഭീകരരുമായിട്ടുള്ള ആം ആദ്മി പാർട്ടിയുടെ ബന്ധത്തിന്റെ വിവരങ്ങൾ പുറത്തു വരുന്നു. അപ്പൊ സ്വാഭാവികമായി അതെ. സെക്യൂരിറ്റി ഫീൽ ഉള്ള ഒരു ജനവിഭാഗം, ഒപ്പം തന്നെ ഈ പറയുന്ന ഹൈന്ദവ കൺസോൾട്ടേഷൻ, ഈ ഹൈന്ദവ വോട്ടുകളൊക്കെ മുമ്പ് വലിയ രീതിയിൽ തന്നെ കേജ്രിവാളിന് പോയിട്ടുള്ളതാണ്. നമുക്കറിയാം കേജ്രിവാൾ ഒരു ഹനുമാൻ ഭക്തനാണ്, ഹനുമാൻ ചാലീസ ചെല്ലുന്ന ഒരാളാണ്.
കേജ്രിവാൾ ഹനുമാൻ ക്ഷേത്രത്തിൽ പോവുകയൊക്കെ ചെയ്യും. അതൊക്കെ ഈ ഹൈന്ദവ വോട്ടുകളെ വലിയ രീതിയിൽ മുൻപ് സ്വാധീനിച്ചിരുന്നെങ്കിൽ ഉം, അത് ഉണ്ടാകുമായിരുന്നില്ല. പക്ഷെ അവസാന പൂഴിക്കടകൻ എന്ന നിലയിൽ കേജ്രിവാൾ ഈ അയോധ്യയിലൊക്കെ ഫ്രീ സർവീസ് 60 വയസ്സ് കഴിഞ്ഞവർക്കൊക്കെ ഫ്രീ സർവീസ് ഒക്കെ വാഗ്ദാനം ചെയ്തിരുന്നു എങ്കിൽ പോലും അദ്ദേഹത്തിന് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഇന്ത്യയിലെ ഈ മുൻപ് ഒരു മാഗസിൻ നടത്തിയ സർവേയില് ഇന്ത്യയിലെ ജനം അവര് ഒരു രാഷ്ട്രീയ നേതാവിന്റെ എല്ലാം സഹിക്കും. ഈവൻ സ്ത്രീ വിഷയമാണെങ്കിൽ പോലും അവർ സഹിക്കും. പക്ഷെ ഉം, അഴിമതി ഇന്ത്യൻ ജനത വെച്ചു പൊറുപ്പിക്കില്ല. ഉം, നമുക്കറിയാം, രണ്ടാം UPA സർക്കാരിന്റെ കാലത്ത് ഇന്ത്യയിൽ നടന്ന അഴിമതികൾ അറിയാം. മൻമോഹൻ സിംഗിന്റെ കാലത്ത്. ഇന്ന് ആ പാർട്ടി എവിടെ അതെ, ഇരിക്കുന്നു എന്ന് ആലോചിക്കണം. അഴിമതി മാത്രം ഈ രാജ്യത്തെ ജനം സഹിക്കില്ല. നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞു, ചിലപ്പോൾ നമ്മുടെ നാക്കുളുക്കി നമുക്ക് എന്തെങ്കിലും പ്രസ്താവന നടത്താം, അവർ ക്ഷമിക്കും. ഇനിയിപ്പോ ഉം, ഏതെങ്കിലുമൊക്കെ ഒരു പ്രണയ കേസിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കേസിലോ പൊക്കോ അവർ ചിലപ്പോൾ ക്ഷമിച്ചുകൊണ്ടിരിക്കും. ഉം, അടിപിടി കേസിൽ പൊക്കോ അവർ ക്ഷമിച്ചുകൊണ്ടിരിക്കും. പക്ഷെ അഴിമതി എന്നുള്ളത് ഇന്ത്യൻ ജനത ഒരിക്കലും അംഗീകരിക്കുന്ന കാര്യമില്ല. കാരണം അഴിമതിക്കാരെ വെച്ചു പൊറുപ്പിക്കാൻ ഇന്ത്യക്കാരുടെ മനസ്സ് ഇന്ന് വരെ അനുവദിച്ചിട്ടില്ല, ഉം, അനുവദിക്കൊന്നും തോന്നുന്നില്ല. കാരണം നമ്മുടെ നികുതി പണം കൊള്ളയടിക്കുന്നവർ വെച്ചുകൊണ്ടിരിക്കാറില്ല. അതാണ് UPA സർക്കാരിന്റെ പതനമെങ്കിൽ അതേ വഴിയിലൂടെ തന്നെയാണ് BRS തെലങ്കാനയിൽ പോയത്. അതേ വഴിയിലൂടെ തന്നെയാണ് ഇപ്പോൾ ഈ പറയുന്ന ഈ കേജ്രിവാൾ. കേജ്രിവാളും പോയിരിക്കുന്നത്. കേജ്രിവാളിനെ സംബന്ധിച്ച് അവരൊരു പാർട്ടിയെ അല്ലായിരുന്നു, ഒരു കൂട്ടം ആളുകൾ, അഭ്യസ്തവിദ്യരായിട്ടുള്ള ഒരു കൂട്ടം ആളുകൾ. അവർക്ക് അങ്ങനെ പൊളിറ്റിക്കൽ ആയിട്ട് അവർക്ക് തന്ത്രങ്ങൾ ഒന്നും തന്നെ ഇല്ലായിരുന്നു എന്ന് പറയാം. അവരുടെ തന്ത്രങ്ങളൊക്കെ അവരുടെ ആവനാഴിലുള്ള എല്ലാ ആയുധങ്ങളും തീർന്നു. പക്ഷെ അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. നോക്കൂ, BJP എന്ന രാഷ്ട്രീയ പാർട്ടി ഈ ഡൽഹി ഭരണം പിടിക്കാൻ വേണ്ടി കഴിഞ്ഞ 30 വർഷമായിട്ട് പണിപ്പെടുകയാണ്. ഒരുപക്ഷെ വേറെ ഏതെങ്കിലും പാർട്ടിയായിരുന്നു പണി നിർത്തി എപ്പോഴേ കളം കാലിയാക്കിയാണ്. അവർ അതെ, 30 അതെ. വർഷമായിട്ട് തോറ്റ് തുന്നം പാടിയെങ്കിൽ പോലും 3 സീറ്റ് കിട്ടി, പിന്നെ 8 സീറ്റ് കിട്ടി. എങ്കിലും അവരിങ്ങനെ ഹാർഡ് വർക്ക് ഉം, ചെയ്ത് അവർ മുൻപോട്ട് പോയി. അവരുടെ എല്ലാ കാലത്തും അതുകൊണ്ടാണ് BJPക്കാർ എപ്പോഴും പറയുന്നത്, തോൽവി ഞങ്ങൾക്ക് പ്രശ്നമല്ല, കാരണം ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ തോറ്റിരിക്കുന്ന പാർട്ടി ഞങ്ങളാണ്, തോൽവിയിൽ നിന്നാണ് ഞങ്ങൾ ജയിക്കുന്നത്. ഈ ദില്ലി ഉം, അതിന് ഏറ്റവും നല്ല ഉദാഹരണം തന്നെയാണ്. കാരണം അവരെ സംബന്ധിച്ച് ഇത്രയും കാത്തിരുന്നിട്ട് അവർക്ക് കിട്ടിയ ഒരു വിജയം, അത് ഒരു വലിയ വിജയം എന്ന് തന്നെ പറയാം. ഇപ്പൊ ഒരു 47 സീറ്റാണ് അവർക്ക് ലഭിച്ചിരിക്കുന്നത്. ഇവിടെ ശ്രദ്ധേയമായ കാര്യം അവരുടെ രണ്ട് പ്രമുഖ നേതാക്കൾ തോറ്റിരിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ ചോദ്യചിഹ്നമായി മാറാൻ പോകുന്ന ഒരു വലിയ വിഷയം ആം ആദ്മിയുടെ ഭാവി എന്തെന്നുള്ളത് തന്നെയാണ്. കാരണം ആം ആദ്മിയിൽ ഇനിയിപ്പോ ഒരു കലാപകാലമാണ് വരുന്നത്. കാരണം സിസോദിയക്കായാലും കേജ്രിവാളിനായാലും ഇനിയിപ്പോ ഫുൾ ടൈം പൊളിറ്റിക്സിലേക്ക് ശ്രദ്ധിച്ച് നിൽക്കുക പ്രയാസകരമായിരിക്കും. കാരണം അത് അവർക്ക് കേസുകളുണ്ട്, മറ്റു കാര്യങ്ങളുണ്ട്. പഴയതുപോലെ പാർട്ടി എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഇപ്പൊ നിലവിലില്ല. മുമ്പെന്ന് പറഞ്ഞാൽ എവിടെ ഇലക്ഷൻ വന്നു കഴിഞ്ഞാൽ ആം ആദ്മി പാർട്ടി പോയി മത്സരിക്കുമെങ്കിൽ ഇപ്പോഴും അതിനുള്ള സാധ്യതകൾ വളരെ കുറഞ്ഞിരിക്കുന്നു. പഞ്ചാബിൽ അവർ ഓൾറെഡി തന്നെ അവരുടെ ഉള്ളിലുള്ള ഗ്രൂപ്പ് പ്രശ്നം വളരെ വ്യക്തമായി തന്നെ പുറത്തു വന്നതാണ്. അത് നമ്മുടെ ഈ കേജ്രിവാള് ജയിലിൽ കിടന്ന സമയത്തൊന്നും പഞ്ചാബിൽ നിന്നുള്ള ആം ആദ്മി നേതാക്കളൊന്നും വന്നില്ല. അന്ന് ഉം, കേജ്രിവാള് ഭഗവത് സിംഗ് മാനോട് പറഞ്ഞത് അവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നതാണ്, അദ്ദേഹത്തെ കാണാൻ വരാത്തവരെ എന്നുള്ള വാർത്തകളും വന്നിരുന്നു. അപ്പൊ അവരുടെ രീതിയിൽ ഉം. അങ്ങനെ നിൽക്കുന്ന ഒരു അവസ്ഥയും കൂടി ഉണ്ട്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായും പഞ്ചാബിൽ ഇതിനൊരു വലിയ എഫക്ട് ഉണ്ടാക്കും. പഞ്ചാബിൽ അതുകൊണ്ട് നേട്ടം ഉണ്ടാക്കാൻ പോകുന്ന പാർട്ടി കോൺഗ്രസ് ആയിരിക്കും. കാരണം കോൺഗ്രസ് പഞ്ചാബിലെ ഒരു ശക്തമായ രാഷ്ട്രീയ പാർട്ടിയാണ്, അവർ രണ്ടാം സ്ഥാനത്തുള്ള പാർട്ടിയാണ്. ഒരുപക്ഷെ അവർ മനസ്സ് വെച്ചാൽ അവരുടെ തന്ത്രങ്ങൾ ഇപ്പൊ വാർ റൂം ഒക്കെ ഇനി തുറന്നാൽ ഒരുപക്ഷെ കോൺഗ്രസിന് അവിടെ ഒരു അട്ടിമറി നടത്താൻ സാധ്യതകൾ വളരെ കൂടുതലായിട്ട് ഒരു സാധ്യതയാണ്. ദില്ലിയെ സംബന്ധിച്ച് പറയണമെങ്കിൽ ഇനി ആം ആദ്മി ഒന്ന് തകർന്നു തരിപ്പണം, ഇനി അതെല്ലാം കൂടെ വാരിക്കെട്ടി മുമ്പോട്ട് കൊണ്ടുവരിക പ്രയാസകരമാണ്. ഇപ്പോൾ നമ്മൾ ഈ സ്ക്രീനിൽ കാണുന്നത് ഈ ആം ആദ്മി പാർട്ടിയുടെ 23 എന്നൊരു അക്കമാണ് കാണുന്നത്. ആ അക്കം എത്ര നാൾ ആം ആദ്മിയുടെ കൂടെ ഉണ്ടാകുമെന്നുള്ളത് പറയാൻ കഴിയില്ല. മിക്കവാറും ഈ മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഇതിന് 5ഉം 10ഉം ഒക്കെ ആയിട്ട് കൊഴിഞ്ഞ് ഇങ്ങോട്ട് പോകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. എത്ര പേര് ഇനി ആം ആദ്മിയിൽ അവശേഷിക്കുമെന്ന് അറിയില്ല. കാരണം സിസ്റ്റം ഇല്ല ആ പാർട്ടിക്ക്. ഇപ്പൊ നേരെ CPM-ഓ കോൺഗ്രസോ BJP-ക്കാണ് അവർക്ക് സിസ്റ്റം ഉണ്ട്, പരാജയപ്പെട്ടാലും ആ സിസ്റ്റത്തിനുള്ളിൽ നിൽക്കാം. ഇത് സിസ്റ്റം ഇല്ല, അവരുടെ നേതാവ് തന്നെ ഇല്ല, എന്താണ് നാഥനില്ല, കളരിയായി. അപ്പൊ സ്വാഭാവികമായി ഇപ്പോൾ കാണുന്ന സംഖ്യ ഈ അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോഴേക്കും ആം ആദ്മിയുടെ ഒപ്പം ഉണ്ടാകുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടി വരും. പക്ഷെ BJP ഇപ്പോൾ അവർ തനിച്ച് നേടിയ ഒരു വലിയ വിജയം എന്ന് തന്നെ പറയേണ്ടി വരും. അതായത് അവരുടെ അർഹിക്കുന്ന പ്രധാനപ്പെട്ട നേതാക്കളെ പരാജയമാണ് സംബന്ധിച്ച്. എന്നാണ് ബിജുചേട്ടൻ പറഞ്ഞു വരുന്നത്. ഇനി രണ്ടാമത് ഈ BJP ഇപ്പൊ അധികാരത്തിലേറിയല്ലോ. ഈ പർവേഷ് സാഹിബ് വർമ്മ പുള്ളി മുഖ്യമന്ത്രിയാവോ കേജ്രിവാളിനെ പരാജയപ്പെടുത്തിയ ഒരു മനുഷ്യൻ എന്ന നിലയിൽ? രമേശ് ബദൂരി സാധ്യത പരാജയപ്പെട്ടിരിക്കുകയാണ്, അതിഷി പരാജയപ്പെടുത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ പർവേഷ് വർമ്മ മുഖ്യമന്ത്രിയാകാനുള്ള സാധ്യത എന്തായിരിക്കും BJP അതിനുള്ള ഒരു കരുതിയിരിക്കുന്നത്? സാധ്യത അതിനുള്ളൊരു സാധ്യത വളരെ കുറവാണ്. കാരണം അദ്ദേഹം വളരെ ചെറുപ്പമാണ് രാഷ്ട്രീയത്തിലേക്ക് എന്ന് പറയുമ്പോൾ. അത്ര വലിയ സീനിയർ ലീഡർ ഒന്നും അല്ല അദ്ദേഹം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ഒരു ഗ്രിപ്പ് ഉണ്ടാകും ഈ ഭരണത്തിൽ. അതായത് ഈ മന്ത്രിസഭയിൽ, ദില്ലി മന്ത്രിസഭയിൽ എനിക്ക് തോന്നുന്നു ദില്ലി നിയമസഭയിൽ ഏറ്റവും തിളക്കമുള്ള താരം ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ഈ പർവേസ് സാഹിബ് സിംഗ് വർമ്മ എന്നായിരിക്കും. അദ്ദേഹത്തിന്റെ അച്ഛൻ മുഖ്യമന്ത്രിയായിരുന്നു, ദില്ലിയിൽ BJP-യുടെ മുഖ്യമന്ത്രിയായിരുന്നു 2 വർഷം.
അപ്പം അദ്ദേഹത്തിന് ഒരു ഖ്യാതിയായി. ഒരു പക്ഷെ അടുത്ത നെക്സ്റ്റ് സ്റ്റെപ്പിൽ, അതായത് ഇനിയിപ്പോ നടക്കുന്ന 2030 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇദ്ദേഹം ഒരു അവിടുത്തെ മുഖ്യമന്ത്രി കാൻഡിഡേറ്റ് ആയിട്ട് ഒരുപക്ഷെ ബി ജെ പി ഉയർത്തി കാണിച്ചേക്കാം. ഏതായാലും എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ ബി ജെ പിയുടെ മുമ്പിൽ ഉള്ളത്, ഒരുപക്ഷെ അവര് നമ്മൾ നേരത്തെ സംസാരിച്ചതുപോലെ ഒരു വനിതാ മുഖ്യമന്ത്രിയിലേക്ക് അവരുടെ ശ്രദ്ധ പോകുമോ എന്നറിയില്ല. കാരണം അവർ ഈ നാരീശക്തിക്കും അതുപോലെ തന്നെ സ്ത്രീ സംവരണവും സ്ത്രീ ശാക്തീകരണവും ഒക്കെ എപ്പോഴും ബി ജെ പിക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം അവർക്ക് നിലവിൽ ഇപ്പോൾ ഒരു വനിതാ അധ്യക്ഷ രാജ്യത്തെങ്ങും ഇല്ല. രണ്ടാമത് വനിതാ മുഖ്യമന്ത്രിമാരില്ല. അവർ അനവധി സംസ്ഥാനങ്ങൾ ഭരിക്കുന്നുണ്ടെങ്കിൽ വനിതാ മുഖ്യമന്ത്രിമാരും തന്നെ ഇല്ല. ഒരുപക്ഷെ ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ ഒരു വനിതാ മുഖ്യമന്ത്രി വന്നുകൂടായികയും ഇല്ല. പക്ഷെ ഇവിടെ മറ്റു ചില പേരുകളും ഉയർന്നു കേൾക്കുന്നുണ്ട്. ബി ജെ പി ആയതുകൊണ്ട് നമുക്ക് കൺഫേം ചെയ്യാൻ കഴിയില്ല. ഒരുപക്ഷെ കേന്ദ്ര മന്ത്രിസഭയിൽ നിന്ന് തന്നെ ആരെങ്കിലും രാജിവെച്ച് മുഖ്യമന്ത്രി ആയാലും നമുക്ക് അത്ഭുതപ്പെടാനൊന്നും കാണില്ല. അങ്ങനെ പുറത്തുനിന്ന് വരികയാണെങ്കിൽ ഇപ്പോൾ നിലവിലുള്ള എം പിമാരോ മന്ത്രിമാരോ ആരെങ്കിലും ആയിരിക്കും അവിടെ മുഖ്യമന്ത്രി ആകുക എന്നുള്ളതാണ് അതിന്റെ മറ്റൊരു വശം. ഏതായാലും ഈ നമ്മളിപ്പോ നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്ന അതിഷിക്കെതിരെ മത്സരിച്ച രമേശ് ബദൂരി, അദ്ദേഹത്തിന് ചാൻസ് ഉണ്ടായിരുന്നതാണ്. അദ്ദേഹം പരാജയപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ ചാൻസ് സൂപ്പർ സീനിയർ ഉണ്ടായിരുന്ന ആയിരുന്നു. മറ്റൊരു സൂപ്പർ സീനിയർ ആയിരുന്നു പുള്ളി ആകേണ്ടതാണ്. പിന്നെ ഒരു തൻവീർ സിംഗ് മർവയുണ്ട്, നമ്മുടെ സിസോദിയെ തോൽപ്പിച്ച തൻവീർ സിംഗ് മർവ. ഈ തൻവീർ സിംഗിന്റെ പേര് നാഷണൽ മീഡിയാസ് കുറെ നാൾ മുമ്പ് വരെ മുഖ്യമന്ത്രിയാൻ സാധ്യതയുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവര് കൊടുത്തിരുന്നു. ഇനി അദ്ദേഹം ആകുമോന്നും അറിയില്ല. പക്ഷെ ചിലപ്പോൾ ഒരുപക്ഷെ സ്ത്രീയിലേക്ക്, ഒരു വനിതയിലേക്ക് തന്നെ പോകാനുള്ള സാധ്യത ഉണ്ട്. ഏതായാലും അത് 2 ദിവസം നമുക്ക് ചർച്ചിക്കാനുള്ള ഒരു വിഷയമായി മാറും ഈ മുഖ്യമന്ത്രി ആരാണ് എന്നുള്ളത് തന്നെ. ഏതായാലും നല്ല ജയിച്ചവരെല്ലാം തന്നെ വളരെ ലാസ്റ്റ് ബട്ട് നോട്ട് മിടുക്കരാണ്. ലീസ്റ്റ് ഒരു കാര്യം കൂടെ നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. അതുകൂടെ ഒരു കമന്റ് ചെയ്തിട്ട് നമുക്ക് നിർത്താം. ഈ സ്നേഹത്തിന്റെ കടയിൽ നിന്ന് 2 മുട്ട പുഴുങ്ങി വെച്ചിരിക്കുന്നതാണല്ലോ നമ്മൾ കണ്ടത്. 2 ഉണ്ടയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് രാഹുൽ ഗാന്ധിക്ക്. അതിനെ കുറിച്ച് എന്താ ഒരു കമന്റ്? അല്ല, ഇത്തവണ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒന്നിച്ചായിരുന്നു ഈ ദില്ലി തെരഞ്ഞെടുപ്പിൽ അവരുടെ ഇതിന് പോയത്, ക്യാമ്പയിനിങ്ങിലൊക്കെ പോയത്. അത് ചെറിയ ചെറിയ യോഗം, അത് നമ്മുടെ മലയാള മാധ്യമങ്ങൾക്ക് വലിയ വാർത്തയായിരുന്നു നൽകിയിരുന്നത്. ചെറിയ കോർണർ യോഗങ്ങളിൽ പ്രിയങ്കയും രാഹുലും പങ്കെടുക്കുന്നു എന്ന് പറഞ്ഞിട്ടൊക്കെ ആയിരുന്നു ആ ഒരു പോയിരുന്നത്. അവിടെ കോൺഗ്രസിന് സംഭവിച്ചെന്നില്ല, ഷീലാ ദീക്ഷിത് നശിപ്പിച്ചിട്ട് ആ കോൺഗ്രസിനെ തിരിച്ചു കൊണ്ടുവരാൻ കോൺഗ്രസ് ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യങ്ങളുണ്ട്. ഈ ബി ജെ പി വിരുദ്ധരായ മാധ്യമങ്ങളും ബി ജെ പി വിരുദ്ധരായ നിരീക്ഷകരും ഒക്കെ പറയുന്നതിൽ ചില കാര്യങ്ങൾ ഇല്ലേന്ന് ചോദിച്ചാൽ ലോജിക്കലായ ചില കാര്യങ്ങളുണ്ട്. കാരണം ബി ജെ പിക്ക് കിട്ടിയ വോട്ടിങ്ങിന്റെ ശതമാനവും കോൺഗ്രസിന് കിട്ടിയ വോട്ടിങ്ങിന്റെ ശതമാനവും ആം ആദ്മി കിട്ടിയ വോട്ടിന്റെ ശതമാനം കൂടെ കൂട്ടി നോക്കും. അതായത് ആം ആദ്മിക്കും കോൺഗ്രസിനും കിട്ടിയ വോട്ടിങ്ങിന്റെ പെർസെന്റേജ് കൂട്ടി നോക്കുകയാണ് എങ്കിൽ ബി ജെ പിക്ക് കിട്ടിയ വോട്ടിംഗ് പെർസെന്റേജ് മുകളിലാണ്. അതായത് കോൺഗ്രസ് ആണ് ഈ ആം ആദ്മി പാർട്ടിയെ തോൽപ്പിച്ചത് എന്നാണ് പറയുന്നത്. പക്ഷെ എനിക്കത് പൂർണ്ണമായി ഞാൻ ഉൾക്കൊള്ളുന്നില്ല. കാരണം ഇപ്പോൾ കോൺഗ്രസിന് കിട്ടിയത് 6 സംതിങ് ആണ് വോട്ട് ശതമാനം കിട്ടിയത്. അതിലൊന്നും നമ്മൾ രാവിലെ മുതൽ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഒരു സീറ്റില് 8 മണി മുതൽ ഏതാണ്ട് പുള്ളി ഒരു 11 മണി വരെ ലീഡ് ചെയ്ത് നിൽക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണ്. അപ്പൊ അയാളുടെ വോട്ട് ആയിരിക്കും അതിൽ ഏറ്റവും കൂടുതൽ കിട്ടിയിരിക്കുന്ന വോട്ട്. ബാക്കിയുള്ള വോട്ട് കൂടെ കിട്ടിക്കാണും. 6% വോട്ട് 6 സംതിങ് കോൺഗ്രസിന് കിട്ടി. ആം ആദ്മി തോൽപ്പിച്ചത് അവരാണ് എന്നാണ് പറയുന്നത്. ചിന്തിക്കുമ്പോൾ, ലോജിക്കായിട്ട് ചിന്തിക്കുമ്പോൾ അതിനും കാര്യമുണ്ട്. വോട്ട് സ്പ്ലിറ്റ് ആയി പോയതാണ് എന്ന് പറയുന്നത്. പക്ഷെ അവർ പറയുന്നത് ഒരു പോയിന്റ് നമുക്ക് അംഗീകരിക്കാൻ കഴിയില്ല. അവർ പറയുന്നത് ന്യൂനപക്ഷ വോട്ടുകൾ ചിന്നിച്ചിതറിപ്പോയി എന്നാണ്. അതുകൊണ്ടാണ് ജയിച്ചത്. എനിക്ക് തോന്നുന്നത് അവര് മറ്റേ ഏതായിരുന്നു സീതാപൂർ, എവിടെയായിരുന്നു ഞാൻ ഓർക്കുന്നില്ല, ഒരു മുസ്ലിം ഭൂരിപക്ഷ മേഖല, സീലാപൂർ. ഈ സീലാപൂരിലെ കണക്ക് വെച്ചിട്ടായിരിക്കും, കണക്ക് കിട്ടിയിട്ടില്ല, ഇത് ഇപ്പൊ ആർക്കും ഇതുവരെ നിലവിൽ കണക്കൊന്നും സീലാപൂരിലെ ജയിച്ചത്. അപ്പൊ സീലാപൂരിലെ ഒരു കഥ വെച്ചിട്ടായിരിക്കും, ആ ഒരു കാര്യം വെച്ചിട്ടായിരിക്കും പറഞ്ഞത് മുസ്ലിം വോട്ടുകൾ അവിടെ ചിഹ്നിച്ചിതറി പോയത് കൊണ്ടാണ്. അല്ല, അങ്ങനെയല്ല സംഭവിച്ചിരിക്കുന്നത്. മുസ്ലിം മേഖലകളെല്ലാം ബി ജെ പി നേട്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം ആ വോട്ട് അങ്ങനെ പോയിട്ടില്ല. അത് തന്നെയല്ല, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മൂലം നമ്മൾ ഈ രാജ്യത്ത് കണ്ടുവരുന്ന ഒരു പാറ്റ്, മുസ്ലിം വോട്ടുകൾ അങ്ങനെ ചിഹ്നിച്ചിതറി പോകാറില്ല. അവർ ആരാണോ ബി ജെ പിക്കെതിരെ ജയിക്കാൻ സാധ്യതയുള്ളത് അവർക്ക് ചെയ്യുന്ന ഒരു രീതിയാണ് ഇന്ത്യ മുഴുവൻ നമ്മൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് കണ്ടത്. അത് തന്നെയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ്. പണ്ട് കാലത്തായിരുന്നെങ്കിൽ 2-3 സ്ഥാനാർത്ഥികൾ ഉണ്ടെങ്കിൽ അവർക്കായിട്ട് വിധിച്ചു പോകാൻ, ബി ജെ പി ഒഴിച്ചുള്ളവർക്ക് വിധിച്ചു പോവാണെങ്കിൽ ഇപ്പോൾ അങ്ങനത്തെ ഒരു പ്രതിഭാസമില്ല. പിന്നെ തോറ്റു കഴിയുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ വേണം നിരത്താനായിട്ട്. അതിൽ എനിക്ക് കുറച്ചുകൂടെ തോന്നിയിരിക്കുന്നത്, നല്ലൊരു കാരണമായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത്, ഈ കോൺഗ്രസിന് കിട്ടിയ ശതമാനം ആം ആദ്മിക്ക് കിട്ടിയ ശതമാനം കൂടെ കൂട്ടി വെച്ചുകൊണ്ട് ബി ജെ പിയെ തോൽപ്പിക്കാൻ കഴിയും. അതൊരു ലോജിക്കലായിട്ടുള്ള ഒരു ഇതാണ്. ബാക്കിയുള്ളതെല്ലാം വെറുതെ ആണെന്ന് തന്നെയാണ് തോന്നുന്നത്. എന്തായാലും കെജ്രിവാൾ പടിയിറങ്ങിയിരിക്കുന്നു. നീണ്ട 27 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ബി ജെ പി തിരിച്ച് അധികാരത്തിലെത്തിയിരിക്കുന്നു. ഇതിനു മുമ്പ് ഡൽഹിയുടെ ഫസ്റ്റ് അസംബ്ലി 1993 ബി ജെ പി പിടിച്ചതാണ്. മദൻലാൽ ഖുറാന മോത്തിനഗറിൽ നിന്ന് അദ്ദേഹം സി എം ആയി. അതിനുശേഷം സാഹിബ് സിംഗ് വർമ്മ, അദ്ദേഹം ഷാലിമാർ ബാഗിൽ നിന്ന് സി എം ആയി. അതിനുശേഷം അതേ ടേമിൽ തന്നെ സുഷമ സ്വരാജ് വന്നു. പക്ഷേ സുഷമാജി നോട്ട് കണ്ടസ്റ്റഡ്, അതായത് സുഷമതി മത്സരിച്ചിരുന്നില്ല. അങ്ങനെയാണ് സി എം ആയത്. ആ സമയത്ത് കോൺഗ്രസ് ആയിരുന്നു ദീപു ചന്ദ് ബന്ധു ആയിരുന്നു ആ സമയത്ത് കോൺഗ്രസിന്റെ ഒപ്പോസിഷൻ ലീഡർ. അതിനുശേഷം ഇപ്പോഴാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2014 വന്നതിന് ശേഷം പോലും
BJPക്ക് അവിടെ ഭരണം പിടിക്കാനായി സാധിച്ചിരുന്നില്ല. ഇപ്പോഴാണ് BJP 27 വർഷത്തിന് ശേഷം ഡൽഹി ഭരണം തിരിച്ചു പിടിക്കുന്നത്. ചരിത്ര സംഭവമാണ്. ആ സമയത്ത് രാജ്യത്തിന്റെ സ്ഥിതി നോക്കിക്കഴിഞ്ഞാൽ കോൺഗ്രസ് പാടേയില്ല ഡൽഹിയിൽ എന്നുള്ളതാണ്. 15 വർഷവും 25 ദിവസവും ഷീലാ ദീക്ഷിത് ഡൽഹി ഭരിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ദിവസം ഡൽഹി ഭരിച്ച ഒരു മുഖ്യമന്ത്രി എന്ന പദവിയാണ് ഷീലാ ദീക്ഷിത് അലങ്കരിച്ചിരുന്നത്. അത് ഇതുവരെ ബീറ്റ് ചെയ്യാൻ ആർക്കും, ഈവൻ കെജ്രിവാളിനെ കൊണ്ടുപോലും സാധിച്ചിട്ടില്ല എന്നുള്ളതായിരുന്നു സത്യം. ആ കോൺഗ്രസിനാണ് ഈ ഗതി വന്നിരിക്കുന്നത് എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. എന്തായാലും ആം ആദ്മി പാർട്ടിയുടെ പരാജയം അർഹിക്കുന്ന പരാജയമായിരുന്നു എന്ന് ജനങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു വിജേട്ട, താങ്ക് യു സോ മച്ച്.